നമ്മൾ ഇതുവരെയും രക്ഷയെക്കുറിച്ചാണ് നാം ചിന്തിപ്പാനിടയായത്. ആ ദൂത് നിങ്ങൾ കേട്ട് നിങ്ങൾ കൂടുതൽ പേരും രക്ഷാനിർണയം പ്രാപിച്ചുവെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ഇനി അടുത്തൊരു പക്ഷേ നിങ്ങളുടെ ചോദ്യം, രക്ഷിക്കപ്പെട്ടു, ഇനി ഞാൻ എന്ത് ചെയ്യണം? പലരും രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷേങ്കിൽ അടുത്തെന്ത് ചെയ്യണമെന്ന് അവർക്ക് വേദവസ്തു അടിസ്ഥാനത്തിൽ അറിഞ്ഞുകൂടാ. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ രണ്ട് മനുഷ്യനുണ്ട്. ഒന്ന് ജഡീയ മനുഷ്യൻ, മറ്റൊന്ന് ആത്മീയ മനുഷ്യൻ. ഈ ജഡീയ മനുഷ്യൻ അതെ മരിക്കുന്നതാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. അതായത് പാപ മനുഷ്യൻ മരിക്കുന്നു, അതിനാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. 1 കൊരിന്ത്യർ 5:17 ഇങ്ങനെ വായിക്കുന്നു: ജഡാഭിലാഷം ആത്മാഭിലാഷത്തിനും ആത്മാഭിലാഷം ജഡാഭിലാഷത്തിനും വിരോധമായിരിക്കുന്നു. ഇത് രണ്ടും തമ്മിൽ ഒരിക്കലും യോജിച്ചു പോവുകയില്ല. അതിൻ്റെ അർത്ഥം, ജഡപ്രകാരം ഒരു മനുഷ്യൻ ആത്മീയമാകുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഈ ജഡപ്രകാരമുള്ള മനുഷ്യൻ വിളിച്ചു പറയും, ഞാൻ ഈ ദൈവിക കാര്യത്തിൽ കൂടുതൽ മുൻതൂക്കം കൊടുക്കുകയില്ല എന്ന് പറയും. അപ്പോൾ അതാണ് അനുസരിക്കുന്നുവെങ്കിൽ ആത്മീയ മനുഷ്യൻ അവിടെ തോറ്റു. എന്നാൽ ആത്മീയ മനുഷ്യൻ വിളിച്ചു പറയുകയാണ്, ഇതുപോലുള്ള സുവിശേഷ ദൂത് കേൾക്കുമ്പോൾ ഈ പറയുന്ന ദൈവജന അടിസ്ഥാനത്തിൽ നിങ്ങളത് അംഗീകരിക്കണം, അത് ഏറ്റെടുക്കണമെന്ന് പറയുമ്പോൾ നിങ്ങളത് അംഗീകരിക്കുന്നുവെങ്കിൽ ജഡമനുഷ്യൻ തോറ്റു. ഈ ജഡമനുഷ്യൻ തോറ്റതിനാണ് മരിക്കുക എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, ഇനി അടുത്ത് ചെയ്യേണ്ടത് സ്നാനപ്പെടുക എന്നൊരു കർമ്മം വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ചോദിക്കും, എന്തിനാ സ്നാനപ്പെടുന്നത്? സ്നാനപ്പെടാതെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, അവൻ എൻ്റെ അപേക്ഷ കേൾക്കുന്നുണ്ട് ഒക്കെ നിങ്ങൾ പറയാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ അടുക്കൽ ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, അദ്ദേഹം വീട്ടിലിരിക്കുമ്പോൾ ധാരാളം ഭിക്ഷക്കാർ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വന്നു. ഗേറ്റ് വന്ന് തട്ടി, അപ്പാ എനിക്ക് വല്ലതും തരണേ എന്ന് വിളിച്ചു. അടുത്തൊരാൾ വന്ന് വിളിച്ചു, അമ്മാ എനിക്ക് വല്ലതും തരണേ എന്ന് വിളിച്ചു. യഥാർത്ഥത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഒരു ഭിക്ഷ ചോദിക്കുന്ന ആൾ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് അപ്പാ എനിക്ക് വല്ലതും തരണേ, അമ്മ എനിക്ക് വല്ലതും തരണേ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ യഥാർത്ഥ അപ്പനാണോ, നിങ്ങളുടെ യഥാർത്ഥ മക്കളാണോ? അവരല്ല. അവർ ഭിക്ഷ ചോദിച്ചു, അപ്പാന്ന് വിളിച്ചു, നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങളെടുത്ത് കൊടുത്തു, അവർ വാങ്ങിക്കൊണ്ടുപോയി. നിങ്ങളൊരിക്കലും അവരുടെ അപ്പനോ അമ്മയോ ആകുന്നില്ല. 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾ റോഡിലൂടെ സഞ്ചരിച്ചു പോകുമ്പോൾ, അല്ലെ കാറിൽ കൂടെ സഞ്ചരിച്ചു പോകുമ്പോൾ, നിങ്ങൾ ഈ ദാനം ചെയ്ത ഈ ഭിക്ഷ ചോദിച്ച മനുഷ്യൻ നിങ്ങളെ കണ്ടു, അടുക്കൽ ഓടിയെത്തി, എന്നെ ഈ കാറിൽ അടുത്ത സ്ഥലത്തേക്കൊന്ന് വിടണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കും, നിങ്ങൾ ആരാ? അത് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നു, അത് ഗേറ്റിൽ തട്ടി അപ്പാന്ന് വിളിച്ചപ്പോൾ നിങ്ങളെനിക്ക് പൈസ തന്നു, എന്നെ സഹായിച്ചു. ഈ എൻ്റെ വീട്ടിൽ ധാരാളം ആൾക്കാർ ഇതുപോലെ വരാറുണ്ട്, ഞാൻ എൻ്റെ കയ്യിലുള്ളതുപോലെ കൊടുക്കാറുമുണ്ട്. ഇതുപോലെയാണ് ഇന്ന് അനേകരും ദൈവത്തെ വിളിച്ച് എനിക്ക് വീട് കിട്ടി, എൻ്റെ മക്കളെ കല്യാണം കഴിപ്പിച്ചയച്ചു, എൻ്റെ രോഗം സൗഖ്യമായി എന്ന് ചോദിച്ചാൽ ദൈവം തരും. കാരണം ദൈവം സകല മനുഷ്യരുടെയും ദൈവമാണ്. കാക്കകൾക്കും കാക്കക്കുഞ്ഞുങ്ങൾക്കും അതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവം, ആറ്റിലെ മത്സ്യങ്ങൾക്ക് അതിൻ്റെതാകുന്ന ആഹാരം കൊടുക്കുന്ന ദൈവം, അതുപോലെ തന്നെ കാട്ടിൽ കിടക്കുന്ന മൃഗങ്ങൾക്ക് ആഹാരം കൊടുക്കുന്ന ദൈവം. മനുഷ്യൻ ദുഷ്ടനായാലും നല്ലവനായാലും ദൈവം ആഹാരം കൊടുക്കും. കാരണം അവൻ അത്രമാത്രം സ്വത്തുള്ളവനല്ലേ, ആര് ചോദിച്ചാലും കൊടുക്കും. അങ്ങനെ കൊടുത്തതുകൊണ്ട് നമുക്കെന്തെങ്കിലും കിട്ടിയതുകൊണ്ട് നാം ഒരിക്കലും ദൈവത്തിൻ്റെ മക്കളാവുന്ന ആരും ചിന്തിക്കരുത്. ദൈവത്തിൻ്റെ മക്കളായി തീരണമെങ്കിൽ ഇതിനകത്ത് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എങ്ങനെ ആയിരിക്കണം. അതിന് ഒന്ന്, മാനസാന്തരപ്പെട്ടു, നമ്മളത് പഠിച്ചു. രണ്ടാമതായിട്ട് മാനസാന്തരപ്പെട്ടയാൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടണം. അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും
പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ സ്നാനപ്പെടണം. അങ്ങനെയാണ് മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 20 വരെയുള്ള വാക്യം നിങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും. അപ്പോൾ സ്നാനപ്പെടുക. രക്ഷിക്കപ്പെട്ടതുകൊണ്ട് നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. നിങ്ങളുടെ ഈ പാപം മാഞ്ഞു കിട്ടണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 22:16 ഇങ്ങനെ പറയുന്നു, ഇനി താമസിക്കുന്നത് എന്ത്? അവൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിങ്ങളുടെ പാപങ്ങളെ കഴുകിക്കളയുക. അപ്പോൾ സ്നാനത്തോടു കൂടിയാണ് പാപം കഴുകിക്കളയുന്നത്. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പഴയ മനുഷ്യൻ മരിച്ചു. ആ മനുഷ്യനെ കുഴിച്ചിടുന്നതിനാണ് അത് സ്നാനമെന്നൂടെ പഠിപ്പിക്കുന്നത്. അതെവിടെയാണ് കുഴിച്ചിടേണ്ടത്? സ്നാനത്തോടു കൂടി. അതിനാണ് വിശുദ്ധ വേദപുസ്തകം റോമാലേഖനം 6-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 8 വരെ വാക്യാംശം നിങ്ങൾ വായിച്ചു നോക്കൂ. അവിടെ വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട്. അതെ, പാപം റോമാലേഖനം 6-ാം അധ്യായം 1-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ? ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനിയും അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. മതി. സ്നാനം പാപജടത്തെ കുഴിച്ചിടുന്നതാണ്. അപ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു വർഷങ്ങളായിട്ടും ഇതുവരെ നിങ്ങൾ സ്നാനപ്പെട്ടില്ല എങ്കിൽ നിങ്ങളുടെ പാപജടത്തെ ഇതുവരെയും കുഴിച്ചിട്ടിട്ടില്ല. മരിച്ചു പോകുന്നൊരു മനുഷ്യനെ എത്ര ദിവസം നിങ്ങൾക്ക് വെച്ചുകൊണ്ടിരിക്കാൻ കഴിയും? കൂടിപ്പോയ 3 ദിവസം, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ മോർച്ചറിയിൽ കുറച്ച് ദിവസം കൂടുതൽ വെച്ചെന്ന് വന്നേക്കാം. എന്നാൽ എപ്പോഴായാലും മരിച്ചുപോയാളെ കുഴിച്ചിട്ടേ ഒക്കത്തുള്ളൂ. ഇതുപോലെ രക്ഷിക്കപ്പെട്ടൊരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്ത് അവരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അവരുപേക്ഷിച്ച് എൻ്റെ പ്രത്യക്ഷമായ അടയാളമാണ് സ്നാനം. അങ്ങനെ നിങ്ങൾ സ്നാനപ്പെടുമ്പോൾ നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതപ്പെടുമെന്നാണ് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 3 മുതൽ നാം താഴോട്ട് പഠിച്ചു വരുമ്പോൾ പള്ളിയിലെ ഒരു പ്രമാണിയാകുന്ന മനുഷ്യൻ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നു. അവനെ കണ്ടപ്പോൾ തന്നെ യേശു ചോദിക്കുന്നത്, അതെ, നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യം കാണുകയില്ല. നീ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണമെന്ന് അവനോട് പറഞ്ഞു. അവൻ ചോദിക്കുന്നു, അല്ലയോ കർത്താവേ, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ഞാൻ വീണ്ടും ജനിക്കുന്നത് എങ്ങനെ? അങ്ങനെ വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൽ നമ്മൾ സ്നാനപ്പെടുന്നതാണ്. ചിലർ ചിന്തിക്കുന്നത് സ്നാനം വേണ്ട എന്ന്. എന്നാൽ 1 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യം വായിച്ചാൽ അവിടെ കാണാൻ കഴിയും. നോഹയുടെ കാലത്ത് ജലപ്രളയം ഉണ്ടായ സമയത്തിന് തൊട്ടു മുമ്പ് ദൈവം ഒരു വലിയ പെട്ടകം ഉണ്ടാക്കുവാൻ ആവശ്യപ്പെട്ടു. ആ പെട്ടകത്തിൽ അല്പജനം ഒന്നിച്ച് 8 പേര് രക്ഷിക്കപ്പെട്ടു. അത് സ്നാനത്തിന് ഒരു മുൻകുറി എന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. സ്നാനം ആരാണ് നടത്തേണ്ടത്? ഇന്ന് ധാരാളം പേര് സ്നാനപ്പെടുത്താറുണ്ട് പലരെയും. വിശുദ്ധ വേദപുസ്തകം പഠിച്ചാൽ അഭിഷിക്തന്മാർ, അതായത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൈക്കീഴേ നിങ്ങൾ സ്നാനപ്പെടാവൂ. 4 വിധ സുവിശേഷകരെ ഇന്ന് ലോകത്തിൽ കാണാൻ കഴിയും. അതിലൊരു കൂട്ടര് സ്വയം ദൈവദാസന്മാരായവർ, അതായത് മനുഷ്യരോ ദൈവമോ ആക്കാതെ സ്വയം ദൈവദാസന്മാരായവരുണ്ട്. അവരെ കൈക്കീഴേ സ്നാനപ്പെടരുത്. 2, മനുഷ്യരാൽ ദൈവദാസന്മാരായവരുണ്ട്. ദൈവത്തിൻ്റെ യാതൊരു നിയോഗവുമില്ലാതെ, ദൈവാത്മാവിൻ്റെ യാതൊരു പരിവർത്തനവുമില്ലാതെ നാമധേയ ക്രൈസ്തവർ പലരെയും സുവിശേഷകരാക്കാറുണ്ട്. അതും വേദപുസ്തകം അംഗീകരിക്കുന്നില്ല. 3-ാമത്തെ കൂട്ടര് ദൈവാത്മാവിൻ്റെ നിയോഗത്താൽ
ദൈവദാസന്മാരാകുവാൻ വേണ്ടി ദൈവാത്മാവിനോട് സംസാരിക്കും. പ്രവചനത്തിലൂടെയോ ദർശനോട് സംസാരിച്ച് ദൈവാത്മാവിൻ്റെ നിയോഗത്തിൽ ദൈവദാസന്മാരെ മറ്റ് സീനിയർ ദൈവദാസന്മാർ അവരെ പ്രാർത്ഥിച്ച് ഏൽപ്പിക്കാറുണ്ട്. അവർക്ക് ശുശ്രൂഷ കൊണ്ട് അവർക്ക് രോഗശാന്തി, ഭൂതങ്ങളെ പുറത്താക്കുന്നത്, ഇങ്ങനെ വചനത്തിൻ്റെ ആധികാരികമായ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയുവാൻ കഴിയും. നാലാമതായിട്ട് ദൈവത്താൽ ഡയറക്റ്റായിട്ടാകുന്നവരുണ്ട്. അതാണ് അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, ഞാൻ ജഡരക്തങ്ങളോട് ആലോചന ചോദിച്ചില്ല, ദൈവം ഡയറക്റ്റായിട്ട് തന്നെ വേർതിരിച്ചെങ്കിലും. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 2 മുതൽ പഠിക്കുമ്പോൾ അവർ ഉപവസിച്ചും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് അവർ വേർതിരിച്ചു. അങ്ങനെ 2 കൂട്ട ദൈവദാസന്മാർ, 2 വിധ ദൈവദാസന്മാർ മാത്രമേ ഉള്ളൂ വേദപുസ്തക അടിസ്ഥാനത്തിൽ ദൈവാത്മാവിന്റെ നിയോഗത്താൽ ഇറങ്ങപ്പെട്ടവർ. ആ ശുശ്രൂഷയിൽ 5 വിധമായ ശുശ്രൂഷ ഏൽപ്പിക്കുന്നുണ്ട്. അപ്പോസ്തലന്മാർ, ഇടയന്മാർ, സുവിശേഷകന്മാർ, ഉപദേഷ്ടാക്കന്മാർ, പ്രവാചകന്മാർ. ഇത്രയും ശുശ്രൂഷകരുണ്ടെങ്കിലും ഇത്രയും പേര് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവം നേരിട്ട് വിളിച്ചവരും ദൈവാത്മാവിൽ ദൈവദാസന്മാർ പ്രാർത്ഥിച്ച് ദൂത് ഏറ്റെടുത്ത് അങ്ങനെ അവരെ ശുശ്രൂഷയെ വേർതിരിക്കപ്പെടുന്നു. ഇവരുടെ കൈക്കീഴെ മാത്രമേ സ്നാനപ്പെടാവൂ. അല്ലാത്ത സ്നാനമൊന്നും വേദപുസ്തകം അംഗീകരിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ഈ ദൈവം അംഗീകരിക്കാത്ത ദൈവദാസന്മാർ സ്നാനപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും സ്നാനപ്പെടേണ്ടത് ആവശ്യമാണ്. അത് സ്നാനം എങ്ങനെയാണ്? ആ ദൈവദാസന്മാർ അഭിഷിക്തന്മാരായിരിക്കണം. അത് അതിൻ്റെ പ്രായം പക്വത ഉണ്ടായിരിക്കണം. അങ്ങനെ ദൈവദാസന്മാരെ കൈക്കീഴെ നിങ്ങൾ ചെന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുമ്പോൾ ആ സ്നാനം ദൈവം അംഗീകരിക്കാനിടയാകും. അങ്ങനെ നിങ്ങൾ സ്നാനപ്പെട്ട് വേർപെട്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുമെങ്കിൽ അവരുടെ പേരാണ് ജീവിതത്തിൽ എഴുതപ്പെടുവാനിടയാക്കുന്നത്. ഇനി സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ചിലർ വിചാരിക്കുന്നത് സ്നാനപ്പെട്ടാൽ സ്വർഗത്ത് പോകാം. അത് സ്നാനപ്പെട്ടാലേ സ്വർഗത്ത് പോകുകയുള്ളൂ. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, സ്നാനം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ആദ്യത്തെ വളർച്ചയുടെ ആദ്യത്തെ അടിസ്ഥാനമാണ്. ഒരു കുഞ്ഞ് ജനിക്കുന്നത് പോലെയാകുന്നുള്ളൂ സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ. അതിൻ്റെ അർത്ഥം നമ്മളൊരു വീട് വയ്ക്കാൻ 10 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു, നിങ്ങൾ അവിടെ ഒരു ബേസ്മെൻറ്റ് കെട്ടി, എന്നിട്ട് നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരെല്ലാം വിളിച്ചു, ദേവദാസന്മാരെ വിളിച്ച് നിങ്ങൾ ആ വീട് പാല് കാച്ചണമെന്ന് ഒരിക്കലും പറയത്തില്ല. എന്താ കാര്യം? അത് ബേസ്മെൻറ്റേ ആയിട്ടുള്ളൂ. അതിൻ്റെ പുറത്ത് 4 സൈഡിന് കെട്ടണം, പ്രൂഫെല്ലാം കെട്ടണം, കതക് കട്ടൽ ഇതെല്ലാം ഉണ്ടെങ്കിലല്ലേ വീടാകത്തുള്ളൂ. ഇതുപോലെ അത് സ്നാനപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വസ്തു വാങ്ങി ഒരു വീടിന് വേണ്ടി ബേസ്മെൻറ്റ് കെട്ടി ഫൗണ്ടേഷൻ ആയതേ ഉള്ളൂ. അതിൻ്റെ പുറത്തെന്ത് ചെയ്യണം? ധാരാളം കാര്യങ്ങൾ ചെയ്യണം. ഇതുപോലെ നിങ്ങൾ അത് സ്നാനപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവദാസന്മാരുടെ അടുക്കൽ സഭയിൽ ചെന്ന് വേർപെട്ട സഭ, പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുന്ന സഭ, അല്ലെങ്കിൽ അതേപോലെ തന്നെ പെന്തിക്കോസ് ദൈവസഭ എന്ന് പറയാം. അതിൽ നിങ്ങൾ വേർപെട്ട് ആരാധിക്കുന്ന ദൈവസഭയെ കടന്നുപോയാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ദൂതുകൾ കിട്ടുവാനിടയാകും. നിങ്ങളവിടെ കടന്നുപോയി നിങ്ങൾ ദൈവത്തെ ആരാധിക്കുക. അപ്പോൾ ചിലരാണെങ്കിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ സഭകളിലൊന്നും പോവുകയില്ല. അവർ പിന്നെയും പഴയ സമുദായക്കാരെ പോലെ തന്നെ ജീവിക്കുന്നത് കാണാൻ കഴിയും. അതിൻ്റെ അർത്ഥം നമ്മൾ ബേസ്മെൻറ്റ് കെട്ടിയിട്ടാൽ പിന്നെ ആ വീട് ബാക്കി പണിയാതെ എത്രയോ സ്ഥലങ്ങളിൽ ബേസ്മെൻറ്റ് കെട്ടി വർഷങ്ങളായി വീട് പണിയുന്നില്ല. ചില സ്ഥലങ്ങളിൽ അതിൻ്റെ സൈഡ് വാൾ മാത്രം കെട്ടിയിട്ട് പിന്നെ തുടർന്ന് പണിയാൻ കഴിയാത്തത്ര വീട് കാണും. ഇതുപോലെ പണി പൂർത്തിയാകാത്ത വീടെന്ന പോലെയേ ഉള്ളൂ. നിങ്ങൾ സ്നാനപ്പെട്ട ശേഷം ശരിയായ ദൈവസന്നിധി ചെല്ലുകയോ പ്രാർത്ഥിക്കുകയോ ആരാധിക്കുകയോ കൂട്ടായ്മയോ സഹകരിക്കുകയോ ചെയ്യാതെ വന്നാൽ ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതം. ഇങ്ങനെ ആയാലും നിശ്ചയമായിട്ടും സ്നാനപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്ത് പോകുകയില്ല. സ്നാനപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? വേർപെട്ട് ദൈവസഭയിൽ കടന്നുപോയി ആരാധിച്ചാൽ നിശ്ചയമായിട്ടും കർത്താവിൻ്റെ വരവെങ്കിൽ നിങ്ങൾക്ക് എടുക്കപ്പെടുവാൻ കഴിയും. ഇന്ന് ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ പോവുകയാണ്. നിങ്ങൾ ചിലർ സ്നാനപ്പെടുവാൻ തയ്യാറായെന്ന് എനിക്ക് വളരെ ബോധ്യമായിരിക്കുന്നു. ഇന്ന് നിങ്ങളുടെ പേര് ജീവിതത്തിൽ കർത്താവ് എഴുതുവാൻ പോവുകയാണ്. അങ്ങനെ സമർപ്പണമുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ അതേ നിങ്ങളെ തന്നെ സമർപ്പിക്കുക. നിങ്ങളുടെ കൈ അതേ നിങ്ങളുടെ നെഞ്ചത്ത് വയ്ക്കുക. അത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അല്പസമയം പ്രാർത്ഥിപ്പാൻ പോവുകയാണ്. പരിശുദ്ധനായ ദൈവമായ കർത്താവേ, ഇന്ന് കർത്താവേ ഈ സമയം സീഡിയിൽ കൂടെ കാണുന്ന ഈ ദൂതിലൂടെ തൻ്റെ കുഞ്ഞുങ്ങൾ സമർപ്പിച്ചു ഞാൻ വിശ്വസിക്കുന്നു. അവർ സമർപ്പണത്തെ മനസ്സിലാക്കി അവരുടെ ജീവിതത്തെ അവരെ ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. വരും ദിവസങ്ങളിൽ അവർ സ്നാനപ്പെട്ട്
വേർപെട്ട സഭയിൽ ആരാധിപ്പാൻ നീ അവരെ സഹായിക്കുമാറാകണം. അവരുടെ പേര് ജീവിതത്തിൽ എഴുതപ്പെടുവാൻ തൊക്കണം അവിടെ ഇടയാക്കണമേ. അവരെ ഇതുവരെയും പിന്തുടർന്നിരിക്കുന്ന സകല പാപാന്തകാര ശക്തികളെയും സ്വർഗത്തിലും ഭൂമിയിലും അധികാരം പ്രാപിച്ച നസറേയനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. പരിപൂർണ്ണ വിടുതലും ആസുമാസവും അങ്ങയുടെ നാമത്തിലടിയാൻ കൽപ്പിക്കുന്നു. പ്രാർത്ഥന ഘടിതനായ സ്തോത്രം യേശു മിശിഹായുടെ നാമത്തിൽ തന്നെ. ആമേൻ.